വിജയുടെ പിറന്നാള് ദിനത്തിൽ ഉണ്ടാകാവുന്ന തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടുള്ള ഒരുപാട് ആരാധകർ വിജയ്ക്കും സംഗീതയ്ക്കും ഉള്ളപ്പോൾ തൃഷയെ പോലുള്ള ഞാഞ്ഞൂലുകൾ അവിടെ എന്തിനാണ് പ്രവേശിക്കുന്നത്? നമുക്കറിയാം, നാളെ മക്കളും സംഗീതയും എത്തുന്ന പിറന്നാൾ ദിനത്തിൽ എഴുന്നള്ളാൻ സാധ്യതയുണ്ട് തൃഷ. അതായത് തൃഷയ്ക്ക് ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നതിലാണ് താല്പര്യം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ സന്തോഷം കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ തൃഷ. നാളെ ജൂൺ 22 വിജയുടെ പിറന്നാൾ ദിനമാണ്. ഈ പിറന്നാൾ ദിനത്തിൽ എന്തെല്ലാം സംഭവ വികാസമാണ് ഉണ്ടാകാൻ സാധ്യത എന്നുള്ള ഒരു ആലോചനയാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. വിജയുടെ പിറന്നാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, എല്ലാ വർഷങ്ങളെക്കാളും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പിറന്നാൾ ദിനമായിരിക്കും നാളെ എന്ന് ഉള്ളത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മുതൽ പിരിഞ്ഞിരിക്കുന്ന വിജയുടെ കുടുംബ അന്തരീക്ഷം, അതായത് സംഗീതയും മക്കളും തൃഷയുമായിട്ടുള്ള ബന്ധം ആരോപിച്ച് ഹർജി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഗീത വിജയുമായിട്ട് പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെയധികം ഇനി വരുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒരു സസ്പെൻസിലാണ്, അല്ലെങ്കിൽ ആ ഒരു എന്തായിരിക്കാം സംഭവിക്കുക എന്നുള്ള ഒരു കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വിജയ് തൃഷ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധങ്ങളല്ല. അത് കണ്ടു മടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും അവിടെയൊന്നും വിജയിക്കാൻ സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹർജി കൊടുക്കുകയും മാസങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. എന്തുമാത്രം മാനസിക വിഷമം അനുഭവിച്ചുകൊണ്ടായിരിക്കും ഇത്രയും ആരാധകരുള്ള സംഗീതയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഈ സമയത്ത് പോലും സംഗീത കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കളുടെ ഭാവി വിചാരിച്ചും ഭർത്താവിനെ ഓർത്തുമെല്ലാം ക്ഷമിച്ച് സഹിച്ചും വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷം ആണ് തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ, നാളെ വിജയുടെ പിറന്നാൾ ദിനമാണ്. ആ ദിനത്തിൽ മിക്കവാറും നമുക്ക് ഇപ്പോൾ കണ്ടുവരുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന, തൃഷ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുന്നള്ളുവാൻ സാധ്യതയുണ്ട് തൃഷ. അതായത് തൃഷയ്ക്ക് ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നതിലാണ് താല്പര്യം. സാധാരണ പെൺകുട്ടികൾ ഗോസിപ്പ് വരാതെ സൂക്ഷിക്കുമ്പോൾ തൃഷ എന്ന് പറയുന്ന ഈ നടി കാണിക്കുന്ന എന്തൊക്കെയാണ്? അതായത് എന്തുമാത്രം ഗോസിപ്പുകൾ ഉണ്ടാക്കാമോ അത്രയും ഗോസിപ്പുകൾ വരുന്നതാണ് ഈ തൃഷയ്ക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഗോസിപ്പുകൾ വരുന്ന നിലയിലേക്കാണ് ഈ തൃഷയുടെ പോക്ക് എന്ന് നമുക്ക് പറയാം. ഗോസിപ്പുകൾ എവിടെ ഉണ്ടാക്കാൻ സാധിക്കുമോ, ഗോസിപ്പുകൾ എവിടെ ഇല്ല അവിടെ ഗോസിപ്പുകൾ എങ്ങനെയെല്ലാം പറഞ്ഞ് ന്യൂസ് കൂട്ടാം, അല്ലെങ്കിൽ റീച്ച് കൂട്ടാം, അല്ലെങ്കിൽ വലിയ താരമാകാം, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ രീതിയിലുള്ള ചിന്തകളാണ് തൃഷയ്ക്ക് പോകുന്നത്. സാധാരണ പെൺകുട്ടികളിൽ കാണാത്ത, സാധാരണ സ്ത്രീകളിൽ കാണാത്ത ഒരു മാനസികമായിട്ടുള്ള ഒരു മറ്റൊന്നുമല്ല, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ സന്തോഷം കാണാൻ സാധിക്കുന്നു ഈ തൃഷയ്ക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ സന്തോഷം കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ തൃഷ. അപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും? നമുക്കറിയാം, വിജയുടെ കരിയറിൽ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക്, അതായത് നമുക്കറിയാം, തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആണ് ഈ വിജയ് എന്ന് പറയുന്ന, അതായത് വലിയ രീതിയിലുള്ള ആരാധകരുള്ള, കോടിക്കണക്കിന് ജനങ്ങൾ സ്നേഹിക്കുന്ന, വലിയ രീതിയിൽ ഒരുപാട് ജനങ്ങൾ പിന്തുണയായിട്ടുള്ള, നമുക്കറിയാം, വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയ് ഭരിക്കുന്ന പാർട്ടി അധികാരത്തിലേറുകയും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയുമാണ് ഇന്ന് വിജയ്. ആ വിജയുടെ വ്യക്തി ജീവിതം, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം, അല്ലെങ്കിൽ കുടുംബ ജീവിതം, ഇതൊക്കെ താറുമാറാക്കാനായിട്ട് ഒരു സ്ത്രീ മുന്നിട്ടിറങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ എന്തിനെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്? ജനങ്ങളിലേക്കുള്ള സേവനങ്ങൾ എത്തിക്കുവാന് വിജയ് തത്രപ്പെടുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ വിജയ് അധികാരത്തിലേറിയതിനു ശേഷം ജനങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മൾ കണ്ടറിയുന്നതാണ്. ന്യൂസിൽ കൂടി നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നതാണ്, അല്ലെ? വിജയുടെ വ്യക്തി ജീവിതമാണെങ്കിലും അതുപോലെ രാഷ്ട്രീയ ജീവിതമാണെങ്കിലും നമ്മളെല്ലാം സശ്രദ്ധം വീക്ഷിക്കാറുണ്ട്. വിജയുടെ ജനങ്ങളെ സേവിക്കുന്ന പല രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കുന്ന വിജയ് എന്തുകൊണ്ട്
കുടുംബജീവിതത്തിൽ ഇത്രയധികം മാനസിക പീഡനങ്ങൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതിന് ഒറ്റ ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: തൃഷയ്ക്ക് എന്താണ് ഇവിടെ കാര്യം? തൃഷയ്ക്ക് നാളെ നടക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള വിജയുടെ പിറന്നാള് ദിനത്തിൽ ഉണ്ടാകാവുന്ന ആരാധകരും സ്വന്തക്കാരും ബന്ധുക്കാരും വിജയെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങള് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടുള്ള ഒരുപാട് ആരാധകർ വിജയ്ക്കും സംഗീതയ്ക്കും ഉള്ളപ്പോൾ തൃഷയെ പോലുള്ള ഞാഞ്ഞൂലുകൾ അവിടെ എന്തിനാണ് പ്രവേശിക്കുന്നത്? തൃഷ മിക്കവാറും എഴുന്നള്ളാൻ സാധ്യതയുണ്ട്. തൃഷ ഒരുങ്ങിച്ചമഞ്ഞ് ഗോസിപ്പുകൾ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ കുടുംബജീവിതം തകർക്കാനും ഒക്കെയുള്ള സാധ്യതകൾ അവിടെ കാണുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. തൃഷ വിജയ് എന്നുള്ള ഗോസിപ്പുകളല്ല, യാഥാർത്ഥ്യമാണത് അല്ലേ? ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് ഒരു ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഒരു ഭാര്യയും പറയില്ല അല്ലേ? സാധാരണ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഇടയിലേക്ക് ആ പ്രശ്നം ഉന്നയിക്കാൻ സാധ്യത കുറവാണ്. യാതൊരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിലായിരിക്കും സംഗീത ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുകയും ഹർജി കൊടുക്കുകയും പ്രശ്നം പരിഹരിക്കാനായിട്ട് വീട്ടുകാര് വിജയുടെ അമ്മ സംഗീതയുമായിട്ട് ബന്ധപ്പെട്ട് സംഗീതയുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒത്തുതീർപ്പിലാക്കുവാനും സംഗീത മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംഗീത അതിന് തയ്യാറായിട്ടുണ്ട് എങ്കിൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കുടുംബത്തിനാണ് ഫസ്റ്റ് പ്രാധാന്യം. അത് വിജയ് മനസ്സിലാക്കുക. നമ്മുടെ കുടുംബത്തിനാണ് പ്രാധാന്യം. ഏതൊരു മനുഷ്യർക്കും കരിയർ എന്ന് പറയുന്നത് അവരുടെ കരിയറിന്റെ വ്യക്തിപരമായ ജീവിതം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വ്യക്തിപരമായ ജീവിതം, കുടുംബപരമായ ജീവിതം, അതിനുശേഷം മാത്രമേ ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. ഏതൊരു വ്യക്തിയും അവനവന്റെ കുടുംബമാണ് ചേർത്ത് പിടിക്കേണ്ടത്. ഈ സമയത്ത് കുടുംബം ചേർത്ത് പിടിക്കുന്നത് നമുക്കറിയാം. നാളെ മക്കളും സംഗീതയും എത്തുന്ന പിറന്നാൾ ദിനത്തിൽ അവിടെ സന്തോഷകരമായിട്ട് ഈ പിറന്നാൾ ഘോഷിക്കാനായിട്ട് ജനങ്ങളെല്ലാം ആകാംക്ഷാഭരിതരായിട്ട് നോക്കിയിരിക്കുന്ന ഈ നിമിഷത്തെ താറുമാറാക്കി കളയാനായിട്ട് തൃഷ അവിടെ വരാൻ പാടില്ല. തൃഷയെപ്പോലുള്ള ആൾക്കാർ അവിടെ വരാൻ പാടില്ല. തൃഷയുടെ ബന്ധുക്കൾ, തൃഷ എന്നുള്ള ആൾക്കാർ അവിടെ വിട്ടുനിൽക്കുക. സാമാന്യ ഒരു മര്യാദ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ വിട്ടുനിൽക്കുക. അവിടെ വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അവിടെ വന്ന് മൂടി പിടിപ്പിക്കേണ്ട ഒരു വേദിയല്ല അത്. നിങ്ങൾ വന്ന് ഷൈൻ ചെയ്യേണ്ട ഒരു വേദിയല്ലാതെ അവരുടെ ബന്ധം, അവരുടെ ദൃഢപരമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് കടക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ വേണ്ട. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ വിജയെയും സംഗീതയെയും സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിമിഷത്തിൽ, ഈ നാളെ വരുന്ന ഈ പിറന്നാൾ ദിനത്തിൽ, പിറന്നാളാഘോഷ ചടങ്ങുകളിൽ തൃഷ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ മനസമാധാനത്തോടെ ജീവിക്കട്ടെ. മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു മനസ്സുണ്ട്, വ്യക്തിപരമായ ഒരു ജീവിതമുണ്ട്, കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് അദ്ദേഹം വല്ലാത്ത പിരിമുറുക്കത്തിൽ കൂടെ വല്ലാത്ത ടെൻഷൻ അടിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത്. അത് കണ്ടില്ലെന്ന് ജനങ്ങൾക്കാർക്കും സാധ്യമല്ല. എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്യുമ്പോൾ, എല്ലാ ജനങ്ങളും സ്നേഹിക്കുമ്പോൾ, സംഗീതയെയും വിജയെയും സ്നേഹിക്കുമ്പോൾ, ആ കുട്ടികളെയൊക്കെ ഓർത്ത് എല്ലാവരും സഹതപിക്കുമ്പോൾ, നിങ്ങൾക്ക് സാമാന്യ ഒരു ബോധമുണ്ടെങ്കിൽ, സാമാന്യ ഒരു ചിന്താശേഷിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്പമെങ്കിലും വിവരമുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുനിൽക്കുക. പിണക്കങ്ങൾ കഴിഞ്ഞുള്ള ഒരു ഒന്നിക്കലാണ് അവിടെ എല്ലാവരും അത് കാത്ത് നമ്മൾ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ദിനങ്ങളാണ്. വളരെ നല്ല രീതിയിൽ വിജയുടെയും സംഗീതയുടെയും ജീവിതം മുമ്പോട്ടുള്ള കുട്ടികളുമായിട്ടുള്ള അവരുടെ സന്തോഷകരമായ ദിവസങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ കൂടി കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളെയും കുടുംബജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സംഗീതയും മക്കളും ആയിട്ട് കുടുംബജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.